അതായത് ഒരു കൂട്ടം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഐ ടിയിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ബെറ്റർ കമ്പനിയിൽ പ്ലേസ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഒബ്സ്ക്യൂറ ഡസ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു കൊറോണയുടെയൊക്കെ ആ ഒരു സമയത്തിന് തൊട്ട് മുന്നേ നമ്മളുടെ ട്രിവാൻഡ്രം ഓഫീസ് മാക്സിമം ഓക്യുപ്പൻസിയിൽ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് സ്വീഡനിൽ നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതേ റിക്വയർമെൻറ്റ് തന്നെയാണ്. ഓട്ടോമേഷൻ പഠിച്ചിട്ട് സ്വീഡനിൽ ഒരു ബെറ്റർ കമ്പനിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അന്ന് നമുക്ക് ക്ലാസ് റൂം സെഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഓൺലൈൻ ഒരു കൺസെപ്റ്റ് അന്ന് നമ്മുടെ മനസ്സിലില്ല. എനിക്ക് തോന്നുന്നില്ല കൊറോണയ്ക്ക് മുന്നേ നമുക്ക് ആ ഒരു ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളുടെ ആരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സ്വീഡിഷ് ലേഡി നമ്മളുടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഒരു ഫൈൻ മോർണിംഗിലാണല്ലോ നമുക്ക് ഈ പറയുന്ന ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ആ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങളും ഒരു 1 വീക്ക് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ സ്റ്റോപ്പായി. അപ്പോൾ സെയിം കേസ് ആ സ്വീഡിഷ് ലേഡി നമ്മളോട് പറഞ്ഞു, നിങ്ങളെ ഈ ഒബ്സ്ക്യൂറ എന്നൊരു ഒറ്റ എൻറ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ ക്ലാസ് നടക്കുന്നില്ല, ഞാനിവിടെ കംപ്ലീറ്റ് ബ്ലോക്ക്ഡുമായി, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവർ. അപ്പോഴാണ് എൻ്റെ ഒരു തേർഡ് പാർട്ട്ണർ പറയുന്നത്, നമുക്ക് ഓൺലൈൻ സെഷൻസ് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സൂമിൻ്റെ പെയ്ഡ് വേർഷൻ എടുത്തു, സൂമിൽ പതുക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു തിരിച്ചറിവ് ഉണ്ടായത്, അതായത് അടുത്തൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഫോർച്യൂണിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി.